അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. 1 കിലോ കഴുകിയിട്ട് വെച്ച ബീഫിനെ നന്നായി ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. വീഡിയോ അണ്ടിക്കാൻ പിടിക്കുന്നതാണ് കേട്ടോ. ഇന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ ഞാനിതാ ബീഫ് നന്നായി കഴുകിയത് കുക്കറിലേക്ക് ഇട്ട് ഇനി അതിലേക്ക് ഞാൻ ഈ സ്പൂണിന് വെച്ച് 4 സ്പൂണ് മുളക് പൊടി, 3 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് ഞാൻ എന്താക്കുന്നത് ഒന്നിച്ച് പൊടികളെല്ലാം ഇടുന്നുണ്ട്. നമുക്ക് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. കല്ലുപ്പ് ആവശ്യത്തിന് നമുക്ക് കല്ലുപ്പ് ഇടാം. എത്ര ഉപ്പ് വേണ്ടതെന്ന് ആവശ്യത്തിന് ഇട്ടാൽ മതി. നന്നായി നമുക്കിത് തിരുമ്പാം. കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായി തിരുമ്പിയിട്ടൊന്ന് നന്നായി തിരുമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. അങ്ങനെ നമ്മളെ ബീഫ് നന്നായി പെരക്കി വെച്ച് ഞാനിതാ 3 വിസിലെടുത്തിട്ട് കുക്കറിൽ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെക്കാം. നന്നായി ഒന്ന് വേവിട്ട് എന്നിട്ട് നമുക്ക് കാണിക്കാം. അങ്ങനെ നമ്മളെ ബീഫ് ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. മാറ്റി വെക്കാം നമുക്ക്. ഞാനൊരു നല്ല അലുമിനിയം പാത്രമാണ് അടുപ്പത്ത് വെക്കുന്നില്ല. നന്നായി ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ എണ്ണ ഒഴിക്കുന്നു. മൂന്ന് തക്കാളി, 5 പച്ചമുളക്, 2 നീരുള്ളി, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതക്കിയത്. ഫസ്റ്റ് തന്നെ ഞാൻ ഉള്ളി ഇടുന്നുണ്ട്. ഉള്ളി നന്നായി ഒന്ന് വാഴണം. മഞ്ഞൾപ്പൊടി 3 സ്പൂൺ എന്ന് പറയേണ്ട അടുത്ത് ഞാൻ ഈ മഞ്ഞൾപ്പൊടി 3 സ്പൂൺ എന്നാണ് പറഞ്ഞത്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, മാറിപ്പോയത് പറയുമ്പോൾ. നന്നായി ഒന്ന് ഉള്ളി വാങ്ങിട്ട് അങ്ങനെ ഉള്ളി നന്നായി വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതക്കിയത് എല്ലാം ഒന്നിച്ചിടുന്നുണ്ട്. നന്നായി ഒന്ന് നമുക്ക് ഇത് വാട്ടിയെടുക്കാം. കറിവേപ്പും മല്ലിച്ചപ്പും ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്. നന്നായി ഒന്ന് ഇത് വാടി വറ്റി. അങ്ങനെ നമ്മൾ തക്കാളി ഉള്ളി നന്നായി വാടി നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഇല. അങ്ങനെ നമ്മൾ ഇതിലേക്ക് നമുക്ക് ബീഫ് അങ്ങനെ എല്ലാം ചെരിഞ്ഞു കൊടുക്കാം. നന്നായി ഒന്ന് നമുക്കിത് ഇളക്കിയെടുക്കണം. നല്ല രസം കിട്ടും. എല്ലാം ആക്കിയിട്ട് ഞാൻ ഇക്കാക്ക് കൊടുക്കാനാണ്. അനക്ക് ബീഫ് നൂടാ, നെയ്ച്ചോറ് കഴിച്ചൂടാ,
ഇക്കാക്കും വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. നെയ്ച്ചോറ് രസം വെച്ച് ബീഫ് വരട്ടിയത് നല്ല രസം ഉണ്ടാവുമല്ലോ ഇക്കാക്ക് കഴിക്കാൻ. അനക്ക് കുറച്ച് ബീറ്റ്റൂട്ട് ഇത് കത്തിരിക്കാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ജ്യൂസ് വെച്ച് വെച്ചിട്ടുണ്ട്. 9 മണിയായി രാത്രി. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് എടുക്കുന്നുണ്ട്. നല്ല കറിവേപ്പും മല്ലിച്ചപ്പും കുറച്ച് ഞാൻ ഇടുന്നുണ്ട്. പൊതിനയില ഒരു കഷ്ണം ഇട്ടോളൂ. മല്ലിച്ചപ്പ് നമുക്ക് കൂടുതലിടാം. കറിവേപ്പ് ഇക്ക തിന്നിട്ട് അതിൻ്റെ ഇത് പറയും രസം ഉണ്ടോ ഇല്ലേന്ന് കേട്ടോ. അല്ലെങ്കിൽ ഞാനെല്ലാം തിന്നായിരിക്കുന്നു. അങ്ങനെ ഇക്ക ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്ന് നമുക്ക് ഇത് ഇക്കാക്ക് കൊടുക്കുന്നത് കാണാം. അങ്ങനെ എൻ്റെ ഇക്ക ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഒറ്റക്കേ ഇല്ല പാവം തന്നെ. അല്ലെങ്കിൽ ഞാൻ കൂടെ ഇരിക്കുന്നതല്ലേ. ബീഫ് നെയ്ച്ചോറ് എനിക്ക് കഴിച്ചുകൂടാതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചോറ് വയ്ക്ക്, ഞാൻ വീഡിയോ എടുക്കാമെന്ന്. എനിക്കിതാ ക്യാരറ്റും ഒരു ഗ്ലാസ് ജ്യൂസെല്ലാം എടുത്തു വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇക്ക. സൂപ്പർ ഉണ്ടാ? അടിപൊളിയാ നെയ്ച്ചോറാ? അവരോട് എന്തത് പറയാനില്ലേ? എനക്ക് ഇക്ക വഹിച്ചതിൻ്റെ ശേഷം തന്നെ ഞാൻ ക്യാരറ്റും ജ്യൂസും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇക്ക വഹിച്ചതിന് ശേഷം ഞാൻ കുടിക്കും. അങ്ങനെ ഞാനിതാ ഇക്ക നെയ്ച്ചോറും ബീഫും തിന്നിട്ട് എണീച്ച് ഞാനിതാ കത്തിരിക്കും നല്ല ക്യാരറ്റ് ജ്യൂസും. എപ്പോഴും ഇതന്നെ, ഓരോ ദിവസം ഓരോന്ന്. നാളെയും കാണാൻ നിങ്ങൾക്ക് നാളെ ബീട്രൂട്ട് ജ്യൂസ്. ഡോക്ടർ പറഞ്ഞേ ഒന്നും കഴിച്ചുകൂടാ രാത്രി. ഉച്ചക്കത്തെ നല്ലൊരു ചോറ് വയ്ക്കുക, അത് പച്ചക്കറി കൂട്ടിയിട്ട്. കാച്ചിട്ടോ പൊരിച്ചിട്ടോ ഒന്നും തിന്നൂല. എനിക്ക് എല്ലാം കറിയായിട്ട് തിന്നാം. ബീഫ് പിന്നെ എങ്ങനെയും കഴിക്കാൻ പാടില്ല, കൊളസ്ട്രോൾ കൂടിയോണ്ട്. ആ ക്യാരറ്റ് ജ്യൂസ് സൂപ്പർ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടാവും തോന്നുന്നു. 11 മണിയാകാനേ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം, ഷെയർ ആക്കണം കേട്ടോ എല്ലാവർക്കും. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.